നീൽമാധവ് സത്സംഗിലെ എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം മറ്റൊരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക്. ജയോ രാധാ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപീജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയ ഗൗരാനിതായ് ജയോ ഗൗരാനിതായ് ഗൗരാനിതായ് ജയ ഗൗരാനിതായ് ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാ ജയ ജയ പ്രഭുപാ ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതത്തില് 1-ാം സ്കന്ധം 8-ാമത്തെ അധ്യായത്തില് 44-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ശ്ലോകം പറയാം. സൂത ഉവാച പൃതയേത്വം കളപതൈ പരിണുതാ അഖിലോദയാ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവ മായയാ. സൂത ഉവാച പൃഥയേത്വം കളപതൈ പരിണിതാ അഖിലോദയാ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവ മായയാ. പൃഥയേത്വം കളപതൈ പരിണിതു അഖിലോദയാ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവ മായയാ. വിവർത്തനം. സൂത ഗോസ്വാമി അരുളി ചെയ്തു, അത്യന്തം വിശിഷ്ടമായ വാക്കുകളാൽ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തനം ചെയ്തത് ശ്രവിച്ച അദ്ദേഹം മന്ദഹസിച്ചു. അദ്ദേഹത്തിന്റെ മന്ദഹാസം മായാശക്തിയെപ്പോലെ അത്യന്തം ഹൃദയാകർഷകമായിരുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ്. ഈ ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്നതെന്തും ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ പരിശ്രമിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന ബദ്ധാത്മാക്കളും ഭഗവാന്റെ മായാശക്തിക്ക് അടിമപ്പെട്ടവരാകുന്നു. എന്നാൽ ഭഗവത് മാഹാത്മ്യങ്ങളാൽ ആകാവുന്ന വ്യത്യസ്ത രീതിയിലുള്ള ആഹ്ലാദം കൊണ്ട് മോഹിക്കപ്പെട്ടവരാകുന്നു ഭഗവത് ഭക്തർ. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കൃപാപുരസരമായ കടാക്ഷവും അവരുടെ മേലുണ്ട്. വൈദ്യുത ശക്തിക്ക് അനേക വിധങ്ങളായ ഘനപരിണാമങ്ങൾ ഉള്ളതുപോലെ അദ്ദേഹത്തിന്റെ ശക്തി വിവിധങ്ങളായ രീതിയിൽ പ്രകടമാക്കപ്പെടുന്നു. ഭഗവത് മാഹാത്മ്യങ്ങളുടെ ഒരു അംശത്തെ വിശദീകരിച്ച് നൽകാൻ മാത്രമേ ശ്രീമതി കുന്തിദേവി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ എല്ലാ ഭക്തരും അദ്ദേഹത്തെ ഇത്തരത്തിൽ വിശിഷ്ട പദങ്ങളാൽ ആരാധിക്കുന്നതിനാൽ ഭഗവാൻ ഉത്തമ ശ്ലോകൻ എന്ന് അറിയപ്പെടുന്നു. ഭഗവത് മാഹാത്മ്യങ്ങളെ സംഖ്യാനം ചെയ്യാൻ എത്ര ഉയർന്ന തോതിലുള്ള വിശിഷ്ട പദങ്ങളും പര്യാപ്തമല്ല. എന്നിരുന്നാലും വളർന്നു വരുന്ന ശിശുവിന്റെ മുറിവാക്കുകളാൽ ഒരച്ഛൻ സംതൃപ്തനാകുന്നത് പോലെ അത്തരം പ്രാർത്ഥനകളാൽ ഭഗവാൻ സംതൃപ്തനാകുന്നു. മായ എന്ന പദം മതി, വിഭ്രമം, കൃപ എന്നീ ഇരു അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെ മായ എന്ന പദം കുന്തിദേവിയുടെ മേലുള്ള ഭഗവാന്റെ കൃപ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. പഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇപ്പോ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞു. 18-ാമത്തെ ശ്ലോകം തൊട്ട് 43-ാമത്തെ ശ്ലോകം വരെ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത 44-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ചത്. ഈ ശ്ലോകത്തില് ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണത്? ഈ ശ്ലോകത്തിലെ നമ്മളെല്ലാവരും നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണുള്ളത്? ഹൃദയേത്തം കളപതൈ പരിണിതോ അഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവമായയ. എന്താണ് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം? ചിരിക്കുന്നു ഭഗവാൻ.
നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ചിരിക്കാറുണ്ടല്ലോ. അപ്പം മന്ദം ജഹാസം, ഭഗവാന്റെ ചിരിയുടെ പ്രത്യേകത എന്തെന്ന് ഇവിടെ, അത് അദ്ദേഹത്തിന്റെ മന്ദഹാസം മായാശക്തിയെ പോലെ അത്യന്തം ഹൃദയാകർഷകമായിരുന്നു എന്നാണ് വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രഭുപാദ് അതിന്റെ ഭാവാർത്ഥത്തിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ, ഈ ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്നത് എന്തും ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കെല്ലാം അറിയാം, ആധ്യാത്മിക പ്രപഞ്ചമായാലും ഭൗതിക പ്രപഞ്ചമായാലും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഉദാ ഭാവ സമന്വത. ആധ്യാത്മിക പ്രപഞ്ചമായിക്കോട്ടെ ഭൗതിക പ്രപഞ്ചമായിക്കോട്ടെ എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ആധ്യാത്മിക പ്രപഞ്ചത്തിന്റെ ഒരു അംശം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഇവിടെ ഈ ലോകത്തിൽ ഞാനിപ്പോ പറഞ്ഞത് അഹം സർവസ്യ പ്രഭവ. ജന്മാദ്യസ്യയും പറയാം മാതാജി. ജന്മാദ്യസ്യ എന്ന് പറയുന്നതും ആ ശ്ലോകവും ഇതോടൊപ്പം തന്നെ പറയാം. ശരി പ്രഭു, ശരി. അപ്പൊ നമ്മളെ മോഹിപ്പിക്കുന്നത് എന്തും. അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയുടെ 10ാമത്തെ അധ്യായത്തിൽ വിഭൂതി യോഗത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ സൂര്യൻ ദേവനാണ്, ഞാൻ ഋഷികളിൽ വെച്ച് ഇന്നാണ്, കുതിരകളിൽ വെച്ച് ഉച്ചസ്രവസ്സാണ്, അങ്ങനെ പല വിഭൂതികളും ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, മമ തേജ അംശ സംഭവം. ഈ വിഭൂതികളെല്ലാം തന്നെ എൻ്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് മാത്രം ഉള്ളതാണ്. അപ്പൊ ഭഗവാന്റെ തേജസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. എൻ്റെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നു. അപ്പോ ഇതാണ് സ്വാമിജി പ്രഭുപാദ ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. ഇനി ഇതില് പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ ഭക്തരും അദ്ദേഹത്തെ ഇത്തരത്തിൽ വിശിഷ്ട പദങ്ങളാൽ ആരാധിക്കുന്നതിനാൽ ഭഗവാൻ ഉത്തമ ശ്ലോകൻ എന്നറിയപ്പെടുന്നു. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പല ശ്ലോകങ്ങളും കേട്ടിട്ടുണ്ട്. യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം, ഈ 1ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ പറഞ്ഞ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർ ഭവതി നൈഷ്ടകി, നമ്മൾ എല്ലാ ദിവസവും ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഉത്തമ ശ്ലോകൻ എന്ന് അറിയപ്പെടുന്നത് ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ടാണ് ഭഗവാനെ ഏറ്റവും അവർക്ക് പറ്റാവുന്നത്. ഇപ്പൊ കുന്തിദേവി തന്നെ എടുത്താൽ, കുന്തിദേവി വളരെ കളപതൈ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, ചൂസൺ വേർഡ്സ്. ഏറ്റവും ഉത്തമമായ, അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഷുഡ് ബി ഗ്ലോറിഫൈഡ് ബൈ ദി സുപ്രീം വേർഡ്സ്. ഏറ്റവും ഉത്തമമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യണം. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഡിവോട്ടീസും, പ്രഹ്ലാദ് മഹാരാജ് ആയിക്കോട്ടെ, അർജുനൻ ആദ്യം തുടക്കത്തില്, ഉത്തര, കുന്തിദേവി, ഭീഷ്മാചാര്യർ, പ്രഹ്ലാദൻ, വ്രതാസുരൻ, ഇവരെല്ലാവരും ഭഗവാനെ പ്രകീർത്തിക്കുന്നത് ഏറ്റവും ഉത്തമമായ വാക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഉത്തമ ശ്ലോകൻ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പ്രഭുപാദ് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമുക്കെല്ലാം അറിയാം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭാവഗ്രാഹി ജനാർദ്ദന. നമ്മളൊരു പ്രയർ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഭാവം എന്താണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പോൾ കുന്തിദേവി ഏത് ഭാവത്തിലാണ് പ്രാർത്ഥിച്ചതെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. നമുക്ക് പക്ഷെ ആ ഭാവത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇവിടെ പ്രഭുപാദ് പറയുന്നെന്ന് പറഞ്ഞാല്, വളർന്നു വരുന്ന ശിശുവിന്റെ മുറിവാക്കുകളാൽ ഒരു അച്ഛൻ സംതൃപ്തനാകുന്നത് പോലെ അത്തരം പ്രാർത്ഥനകളാൽ ഭഗവാൻ സംതൃപ്തനാകുന്നു. അപ്പൊ നമ്മള് ഭഗവാനെ, കുന്തിദേവി പ്രാർത്ഥിച്ച അതേ ഭാവത്തിൽ നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ച ആ ഭാവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ ഭഗവാൻ
ഒരു വളർന്നു വരുന്ന കുട്ടി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അച്ഛന് സന്തോഷം കിട്ടുമല്ലോ, അതേ കണക്ക് ഭഗവാന് സന്തോഷം കിട്ടും എന്നാണ് സ്വാമിജി പ്രഭുപാദ് ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ സ്വീകരിക്കും എന്ന് അർത്ഥം. അടുത്തത് മായ എന്ന പദം, അതായത് മതിവിക്രമം, കൃപ എന്നീ രണ്ട് വാക്കുകളിൽ നമ്മൾ മായ എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഇല്യൂസറി എനർജി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ മായ എന്ന പദം കുന്തി ദേവിയുടെ മേലുള്ള ഭഗവാന്റെ കൃപ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഓരോ പദങ്ങളും നമുക്ക് നോക്കാം. ഹൃദയേത്തം കളപതൈ. കളപതൈ എന്ന് പറഞ്ഞ ചൂസൺ വേർഡ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പദങ്ങൾ. ഇപ്പൊ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് തന്നെ എന്താണ്? നമസ്തേ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർ ബഹിർ അവസ്ഥിതം. ഇതിൽ ഓരോ വാക്ക് ഇത് തന്നെയാണ് ബ്രഹ്മാവ് പണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണ. ഇവിടെ കുന്തിദേവി പറയുന്നതും അത് തന്നെയാണ്. നമസ്തേ പുരുഷം ത്വാ ആദ്യം. അങ്ങാണ് യഥാർത്ഥ പുരുഷൻ, ആദ്യത്തെ പുരുഷൻ. ഈശ്വരം സാധാരണ പ്രകൃതേ പരം, പ്രകൃതിയുടെ തന്നെ ഈശ്വരൻ അങ്ങാണ്. അലക്ഷ്യം സർവഭൂതാനാം, പക്ഷെ എല്ലാവർക്കും അങ്ങേ കാണാൻ പറ്റുന്നില്ല. അന്തർ ബഹിർ അവസ്ഥിതം, അങ്ങ് ഈ പ്രപഞ്ചത്തില് സ്വരാടായിട്ടുണ്ട്, എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മമായിട്ടും ഉണ്ട്, എന്നിട്ടും അങ്ങേ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതില് ഓരോ വാക്കുകളും ചൂസൺ വേർഡ്സ് ആണെന്നാണ്. കുന്തിദേവിയുടെ ഓരോ വാക്കുകളും ചൂസൺ വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ശ്ലോകങ്ങളുടെ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ശ്ലോകത്തിന്റെയും മീറ്റർ, അതായത് അനുശ്ചിന്ത എന്ന മീറ്ററിലാണ് ഏകദേശം ഇതില് എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞത്. അതില് 31ാമത്തെ ശ്ലോകം ആകുമ്പോഴത്തേക്ക് അത് ബ്രഹ്മസംഹിത മീറ്റർ ആവും. അപ്പം കുന്തിദേവി അത്രത്തോളം എക്ടസി ആയി എന്നാണ് നമുക്ക് അതെന്ന് മനസ്സിലാവും. അത്രയും എക്ടാസ്റ്റിക് ആയിട്ടാണ് കുന്തിദേവി ആ ശ്ലോകത്തില് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, നമ്മൾ ഇപ്പൊ ചൂസൺ വേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മായാജപന്യകാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം നലക്ഷ്യസേ മൂഢദിഷ നടോ നാട്യ ധരോയത. ഇതില് അധോക്ഷജൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ നോർമൽ സെൻസസ്, നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതിനെയാണ് അധോക്ഷജൻ എന്ന് പറയും, അധോക്ഷജം എന്ന് പറയുന്നത്. ഇതിൽ ആചാര്യന്മാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അധോക്ഷജൻ സാൻസ്ക്രിറ്റിലെ ആദ്യത്തെ അക്ഷരം ആയും അവസാനത്തെ അക്ഷരം ഷായും. അധോക്ഷജൻ. സോ വൺ ഹൂ കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഓൾ ദ വേർഡ്സ് ബിറ്റ്വീൻ ആ ആൻഡ് ഷാ എന്നും പറയാം അധോക്ഷജൻ. ആചാര്യന്മാരുടെ ഓരോ വിവർത്തനങ്ങളാണ്. അപ്പൊ നമ്പർ 1 അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ that one cannot be perceived by normal senses, നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. നമ്പർ 2 സാൻസ്ക്രിറ്റ് ഗ്രാമറിലെ ആയ്ക്കും ഷായ്ക്കും ഇടയ്ക്കുള്ള എല്ലാ അക്ഷരങ്ങളാലും വർണ്ണിക്കപ്പെടാൻ പറ്റുന്ന ആളല്ല. അതിന് രണ്ടാമത്തെ അർത്ഥം അധോക്ഷജൻ. ഇനി മൂന്നാമത് അധോക്ഷജന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അക്ഷ മീൻസ് ഗാംബ്ലിംഗ്. അപ്പം അക്ഷജ എന്ന് പറഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് മാച്ചില് ഒരു ചൂതുകളിയിൽ പ്രത്യക്ഷപ്പെട്ടവൻ. അപ്പൊ അത് എന്താണ് ഇവിടെ കുന്തിദേവി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല്, ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് അതൊരു ചൂതുകളി കണക്കാണല്ലോ. ആ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അധോക്ഷജൻ, അക്ഷജൻ, അക്ഷ മീൻസ് ചൂതുകളി, അവിടെ പ്രത്യക്ഷപ്പെട്ടവൻ അധോക്ഷജൻ. അപ്പൊ ഈ ചൂതുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും പക്ഷെ ഭഗവാനെ ആർക്കും കാണാൻ പറ്റിയില്ല. ഭഗവാൻ അവിടെ അധോക്ഷജനായിരുന്നു. ബാക്കിയുള്ളവരുടെ ദുശാസനന്റെയും ദുര്യോധനന്റെയും ഇന്ദ്രിയങ്ങൾക്കൊന്നും അവരെ കാണാൻ പറ്റിയില്ല. പക്ഷെ
അവസാനം ദുശാസൻ ഈ സാരി വലിച്ചു മടുത്തു എന്നുള്ളത് മാത്രം. അപ്പൊ അധോക്ഷജന് 3 അർത്ഥങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മായാജവന്യകാശ്ചന്നം അജ്ഞാനം അധോക്ഷജം അവ്യയം നലക്ഷ്യസേ മൂഢദൃശം നടോ നാട്യരോയത. അപ്പൊ ഇവിടെ ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങ് അജ്ഞയാണെന്ന് പറഞ്ഞിട്ടും ഇത്രയും മനോഹരമായ ഈ സ്തുതികൾ എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത ശ്ലോകത്തിൽ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയ എന്ന് പറയുന്നു. ഞാൻ അടുത്ത ഇതില് മായാജവന്യകാശത്തിൽ വേറൊരു ഒരു വാക്കും കൂടെ, അധോക്ഷജം അവ്യയം. അവ്യയം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ കൃഷ്ണ വിൽ ഓൾവേസ് ബി വിത്ത് അസ്, ഒരിക്കലും നമ്മളെ വിട്ട് കൃഷ്ണൻ പോവുകയില്ല എന്നുള്ളതാണ് അവ്യയ, ഇൻഫാളിബിൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന് ഞാനൊരു നല്ലൊരു കഥ പറയാം. അതായത് ഒരു രാജ്യത്ത് യയാതി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. യയാതി വളരെ ധർമ്മിഷ്ഠനും ദാനശീലനും ഒക്കെ ആയിരുന്നു ആ രാജാവ്. അപ്പൊ ഈ രാജാവ് ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവസാനം ഈ യയാതിക്ക് ഇന്ദ്രന്റെ സദസ്സിൽ ഒരു കസേര കിട്ടി. അതായത് ഇന്ദ്രന്റെ കസേരയുടെ അടുത്ത് തന്നെ മറ്റൊരു കസേര. അപ്പൊ ഇന്ദ്രൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങ് എന്ത് ദാനവും ധർമ്മവുമാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം താൻ ചെയ്ത ദാനധർമ്മങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയുകയുണ്ടായി. ആര്? യയാതി. അങ്ങനെ ഈ ലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പം ഇന്ദ്രൻ ചോദിച്ചു, അപ്പൊ ഡു യു നോ ഹു ഈസ് ദ മോസ്റ്റ് ചാരിറ്റബിൾ പേഴ്സൺ ഇൻ ദി യൂണിവേഴ്സ്? ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിട്ടുള്ള ആള് എന്ന് യയാതിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ യയാതി പറഞ്ഞു, ഞാൻ തന്നെ, ഞാനല്ലാതെ മറ്റാരാ ആവാനാണ്? ഈ പറഞ്ഞ സമയം അദ്ദേഹത്തിന് ഫോൾ ഡൗൺ ഉണ്ടായി. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് വന്നു. ഇതറിഞ്ഞ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി യയാതി എടുത്തു പറഞ്ഞു, അങ്ങ് ചെയ്ത ദാനധർമ്മങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങയുടെ സ്വർഗത്തിൽ നിന്നുള്ള പതനം ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവസാനം ആ ഏറ്റവും വലിയ ദാനധർമ്മം ചെയ്ത ആരാണെന്ന് ചോദിച്ച് അങ്ങാണെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അത് അങ്ങയുടെ പതനം പൂർത്തിയായി. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അനാവശ്യമായിട്ട് നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നത് ഒരിക്കലും നല്ല ഒരു ശീലമല്ല എന്നുള്ള കാര്യം. അതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഭൂമിയിൽ വന്ന യയാതിക്ക് വളരെ ബുദ്ധിമാനും നല്ല ഒരു ഭക്തനുമായ ഒരു ചെറുമകനുണ്ടായിരുന്നു. പൃഥഗ്ധനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പൃഥഗ്ധനൻ. അപ്പൊ ഈ പൃഥഗ്ധനൻ യയാതിയോട് ചോദിച്ചു, അപ്പൂപ്പൻ സ്വർഗരാജ്യത്തിൽ നിന്ന് താഴെ വന്നു, എന്തു പറ്റി? അപ്പം ഈ യയാതി സ്വർഗത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പൃഥഗ്ധനന് പറഞ്ഞു കൊടുത്തു. പൃഥഗ്ധനൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്രയും ദാനം ധർമ്മവും എല്ലാം ചെയ്തിട്ട് സ്വർഗത്തിൽ പോയത്? അങ്ങ് വൈകുണ്ഠ ലോകത്തിൽ പൊയ്ക്കൂടായിരുന്നോ? ഇനിയും ശ്രമിച്ചാൽ മതിയല്ലോ. വൈകുണ്ഠ ലോകത്തിൽ ഇനി ദാനധർമ്മങ്ങളും ഭഗവാനെ സേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് വൈകുണ്ഠ ലോകത്തിൽ പോകാമല്ലോ എന്ന് പൃഥഗ്ധനൻ യയാതിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ യയാതി തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് ഇന്ദ്രൻ എന്നെ പറഞ്ഞ് താഴെ വിട്ടു. ഇതേ കണക്ക് ഭഗവാൻ എന്നെ താഴേക്ക് വിടില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചു. അപ്പോ എന്ന് പൃഥഗ്ധനന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പൃഥഗ്ധനൻ പറഞ്ഞു, ഒരിക്കലും ഭഗവാൻ അങ്ങനെ ചെയ്യില്ല. ഇന്ദ്രൻ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ ഇൻസെക്യൂർ ആണ്. പക്ഷേ ഭഗവാൻ ഒരിക്കലും ഇൻസെക്യൂർ അല്ല. ഭഗവാന് എല്ലാം ഭഗവാന്റേതായിട്ട് ഉണ്ട്. ഹീസ് ടോട്ടലി ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. സർവസ്വതന്ത്രനാണ്. ഹീസ് ഓംനിപൊട്ടന്റ്, ഓംനിപ്രസന്റ് ആൻഡ് ഒംനീഷ്യന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പൃഥഗ്ധനൻ പറഞ്ഞു. അപ്പം മനസ്സിലായി
യയാതിക്ക് ഭഗവാന്റെ അടുത്ത് പോകുന്നതാണ് സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ നിന്നും നല്ലത് എന്ന്. ഇനി അടുത്ത ഈ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ശ്രീമദ് ഭാഗവതത്തില് 5000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ശ്രീമദ് ഭാഗവതം വന്ന സമയത്ത് ഈ സ്ത്രീകൾക്ക് നമ്മൾ അത്രത്തോളം ഒരു ആധിപത്യം ഉണ്ടായിരുന്ന സമയമല്ല. ഈവൻ ദെൻ കുന്തിദേവിയുടെ പ്രാർത്ഥനകള് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ ഇടം പിടിക്കാനുള്ള കാരണമെന്ത്? അതിലെ ഈ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വിപദക സന്തത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത്സത് അപുനർഭാവ ദർശനം. അതായത് എനിക്ക് അപകടങ്ങൾ ഇനിയും വീണ്ടും വീണ്ടും എനിക്ക് വന്നോട്ടെ, പക്ഷേ ഓരോ പ്രാവശ്യവും ഓരോ ബുദ്ധിമുട്ടുകളും ഞാൻ തരണം ചെയ്യുമ്പോൾ ഞാൻ അങ്ങേ കാണാനിടവരുകയും അങ്ങേ കാണുക വഴി ഞാൻ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്യും എന്ന് കുന്തിദേവി പറയുകയുണ്ടായി. അപ്പോ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നത് കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും അപകടങ്ങൾ വന്നോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ അങ്ങേ കാണുകയും അങ്ങേ കാണുക വഴി എനിക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു കഥയുണ്ട്. അതായത് വൃന്ദാവനത്തില് ചന്ദ്രമുഖി എന്ന് പറയുന്ന ഒരു ഗോപി ഉണ്ടായിരുന്നു. ചന്ദ്രമുഖി. ഇപ്പൊ ഭഗവാൻ കുഞ്ഞായിരുന്ന സമയത്ത്, കുട്ടി കളിക്കുന്ന സമയത്ത് ഈ ചന്ദ്രമുഖിയുമായിട്ട് യമുനയിൽ കളിക്കാൻ പോകും. എല്ലാ ദിവസവും കളിക്കാൻ പോകും. അപ്പൊ ചന്ദ്രമുഖി ഈ മൺകലങ്ങൾ കൊണ്ടുവരും. 2 മൺകലങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഈ മൺകലങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഭഗവാൻ എന്ത് ചെയ്യും? ഈ മൺകലങ്ങള് മനഃപൂർവ്വം തല്ലി പൊട്ടിക്കും. ഈ ചന്ദ്രമുഖി ഓരോ ദിവസം കൊണ്ടുവരുന്ന മൺകലങ്ങളും ഭഗവാൻ തല്ലി പൊട്ടിക്കും. എന്നിട്ട് ഭഗവാൻ ഒരു സന്തോഷം കിട്ടും. അപ്പൊ ചന്ദ്രമുഖി ആകെ വിഷമിച്ചു. എന്ത് ചെയ്യാൻ പറ്റും ഭഗവാനെ ഇങ്ങനെ ഒന്ന് പറ്റിക്കാനായിട്ട്? എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ചന്ദ്രമുഖി അങ്ങനെ ഒരു ദിവസം ഒരു മെറ്റൽ ആയിട്ടുള്ള കുടം, അതായത് ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കുടം, അത് ക്ലേ കൊണ്ട് പെയിന്റ് അടിച്ച് ക്ലേ കളറിലുള്ള പെയിന്റിലാക്കി കൊണ്ടുവന്നു. മെറ്റലാകുമ്പോൾ ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് ഒരു കുടം യമുനയുടെ തീരത്തും വെച്ച് ഒരു കുടം ചന്ദ്രമുഖിയുടെ കയ്യിൽ വെച്ച് കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഭഗവാൻ വന്ന് ആദ്യം ഈ യമുനയുടെ തീരത്തിരുന്ന ആ കുടം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച്, അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് ചെന്ന് ചന്ദ്രമുഖിയുടെ കയ്യിലിരുന്ന ആ കുടവും തട്ടിത്തെറിപ്പിച്ച് ആ 2 കുടങ്ങളും ചെന്ന് യമുനയിൽ വീണപ്പോൾ 2 രൂപങ്ങൾ ആ കുടത്തിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. അപ്പം ഇത് കണ്ട ചന്ദ്രമുഖി അത്ഭുതപ്പെട്ടു. അപ്പൊ ചന്ദ്രമുഖി ഭഗവാന്റെ അടുത്ത് പോയി, അതെന്താണ് അങ്ങനെ? അപ്പം ഭഗവാൻ പറഞ്ഞു, ഐ ബ്രേക്ക് ദി സൈക്കിൾ ഓഫ് ഡെത്ത് ആൻഡ് ബർത്ത് ഓഫ് ദീസ് പോട്ട്സ്. കുടം പൊട്ടിക്കാൻ എനിക്ക് പറ്റിയില്ല. കുടത്തിന്റെ ആ സംസാര ചക്രത്തിൽ നിന്ന് ആ കുടങ്ങൾക്ക് വൃന്ദാവനിൽ അറിയാമല്ലോ, എല്ലാ സാധനങ്ങൾക്കും ആത്മാവുണ്ട്. കുടത്തിന് ആത്മാവുണ്ട്, മരങ്ങൾക്ക്, ചെടികൾക്ക്, കല്ലുകൾക്ക്, എല്ലാത്തിനും ആത്മാവുണ്ട്. അപ്പോൾ ഐ ബ്രേക്ക് ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഓഫ് ദാറ്റ് പോട്ട്സ്. അപ്പൊ ഈ 2 കുടങ്ങളും നേരെ ഭഗവാന്റെ ധാമത്തിൽ പോവുകയും അവിടെ ഭഗവാന് സേവ ചെയ്യാനായിട്ട്, ആ പോട്ടായിട്ട് തന്നെ ഭഗവാന് സേവ ചെയ്യാനായിട്ടുള്ള അവസരവും ഉണ്ടാക്കി. അടുത്തത് നമ്മള് അഖിലോദയ എന്ന വാക്ക്. അഖിലോദയ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ടോട്ടൽ യൂണിവേഴ്സിനെയാണ് പറയുന്നത്, അഖില ഉദയ. അപ്പോ ഇവിടെ പറയുന്നത് ഭഗവാൻ സന്തുഷ്ടനായി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ സന്തുഷ്ടനാകും, അല്ലേ? അപ്പൊ ഭഗവാൻ സന്തുഷ്ടനായ ബാക്കി ദേവന്മാര്, ദേവികള്,
ഡെമി ഗോഡ്സ് എല്ലാവരും സന്തുഷ്ടരാകും. ജസ്മിൻ ദുഷ്ടേ ജഗത് തുഷ്ടേ എന്നാണ് പറയുന്നത്. അത് കണക്ക് തന്നെ ശ്രീമദ് ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തിലൊരു ശ്ലോകമുണ്ട്. യഥാ തരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ധ ഭുജോപശാഖ പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണാം തദൈവ അച്യുതാർഹമേവ. അത് ഞാൻ അവസാനത്തെ ലൈൻ എനിക്ക് ഓർമ്മയില്ല. അതായത് യഥാ തരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ധ ഭുജോപശാഖ. അതായത് ഒരു വലിയ മരത്തിനെ നമുക്ക് വളർത്തണമെങ്കിൽ അതിൻ്റെ വേരുകളിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. വേരുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ്, ട്രീസ്, അതിൻ്റെ ട്വിഗ്സ്, ലീവ്സ് എല്ലാത്തിനെയും സപ്ലൈ ചെയ്യും. അതേ കണക്ക് തന്നെ പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റൊമക്കിൽ ഫുഡ് കൊടുത്താൽ മാത്രം മതി. അപ്പം by watering the root of the trees, every part of the tree gets nourished. അതേ കണക്ക് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ, ബാക്കി എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ഭഗവാനെ മാത്രം സംതൃപ്തിപ്പെടുത്തിയാൽ മതി. ഓട്ടോമാറ്റിക്കലി എവരി വൺ ഗെറ്റ്സ് സാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. നമ്പർ അറിയാമോ പ്രഭു? ശ്ലോക നമ്പർ ഓർമ്മയുണ്ടോ പ്രഭുവിന്? എനിക്കിത് 4-ാമത്തെ സ്കന്ധത്തിലാണെന്ന് മാത്രമേ അറിയാവൂ. ഞാനത് പിന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേഴ്സാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ യഥാ തരോർമൂല നിഷേചനേന എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കറക്റ്റ് ആയിട്ട് അത് വരും. ഇനി നമ്മൾ അഖിലോദയ എന്ന വാക്ക് പറഞ്ഞു. ഇനിയിപ്പം അടുത്തത്, ഭഗവാൻ എന്തിനാണ് ചിരിക്കുന്നത്? ഭഗവാന്റെ ചിരിയുടെ കാരണം എന്താണ്? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തിനാണ് ഭഗവാൻ ചിരിച്ച? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തിനാണ് ഭഗവാൻ ചിരിച്ചത്? ഇവിടെ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവ മായയ എന്നാണ് ഈ ശ്ലോകത്തിൽ. ഇപ്പൊ കുന്തിദേവിയുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചു. അത് മാത്രമല്ല, നമ്മൾ ഏത് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ കൃഷ്ണബലരാമനെ നോക്കിയാല്, കരമനയില് ജഗന്നാഥനെ നോക്കിയാല്, പിന്നെ വൃന്ദാവനത്തില് നോക്കിയാല്, പിന്നെ മായാപ്പൂരില് രാധാകൃഷ്ണ നോക്കിയാല്, അഷ്ടസഖീസ് എല്ലാവരും നോക്കിയാല് ഭഗവാൻ ഏത് ഭഗവാന്റെ ഒരു രൂപത്തിൽ കണ്ടാലും ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്താണ് അങ്ങനെ ചിരിക്കുന്നതിന്റെ കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ വയ്യ എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിനെ പറ്റി എന്നുള്ളതായിരിക്കും ഭഗവാന്റെ ഉദ്ദേശം. ആർക്കും ഒന്നും അറിയത്തില്ല, മായയാണ് എന്നുള്ളതാണോ ഒന്നും അറിയില്ല. അത് ഒരു റീസൺ ആണ്. പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ചിരിച്ചുകൊണ്ട് മായ നമ്മളെ വശീകരിക്കുകയാണ്. കൃഷ്ണ പ്രഭു മ്യൂട്ട് ആയി പോയി. സോറി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നോക്കട്ടെ. ഇപ്പൊ അൺമ്യൂട്ട് ആയോ? ആയി പ്രഭു, ആയി. കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കാം പ്രഭു, കേൾക്കാം. ശരി. അപ്പം ഭഗവാൻ എന്തിനാണ് ചിരിക്കുന്നത്? കറക്റ്റ്. ആകർഷിക്കാൻ തന്നെയാണ്. അതൊരു റീസൺ ആണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് ഭഗവാന്റെ മൂലസ്വരൂപം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപം. ഭഗവാന്റെ മൂലസ്വരൂപം സത്ത് ചിത്ത് ആനന്ദ, എറ്റേണൽ, ഫുൾ ഓഫ് ബ്ലിസ് ആൻഡ് ഫുൾ ഓഫ് നോളജ്. അതാണ് ഭഗവാന്റെ സ്വരൂപം. സോ ഭഗവാൻ വിൽ ഓൾവേസ് ബി ഹാപ്പി, അല്ലേ?
ഭഗവാന്റെ ഭഗവാന്റെ രൂപം തന്നെ ഫുൾ ഓഫ് ബ്ലിസ് ആണ്. ഹാപ്പിനെസിന്റെ നിന്നും എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ബ്ലിസ്. ബ്ലിസ് നമുക്ക് ആത്മാവിൽ നിന്നേ കിട്ടുള്ളൂ, ആനന്ദം നമുക്ക് ശരീരത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ബ്ലിസ് ഭഗവാന്റെ ആ സ്വരൂപത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതാണ് ആദ്യത്തെ റീസൺ. ഭഗവാന്റെ നേച്ചർ അതാണ്, മൂലസ്വരൂപം സച്ചിദാനന്ദ ആണ്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഭഗവാൻ എന്തിനാണ് ഇത്രയും അസംഖ്യം ജീവാത്മാക്കളായിട്ട് വ്യാപരിച്ചിരിക്കുന്നത്? ഭഗവാൻ പറയുന്നില്ലേ, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഈ ലോകത്തിൽ കാണുന്ന ജീവാത്മാക്കളെല്ലാം എൻ്റെ അംശങ്ങളാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാൻ ഇത്രയും അംശങ്ങളായിട്ട് എന്തിനാണ് നമ്മൾ വ്യാപരിച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ് അല്ലേ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്തിനാണ് അങ്ങനെ അംശങ്ങളായിട്ട് വന്നിരിക്കുന്നത്? എന്തിനാണെന്ന് പറഞ്ഞാല് ഭഗവാന് നമ്മളുമായിട്ട്, ജീവാത്മാക്കളുമായിട്ട് ഒരു ലവിങ് റെസിപ്രോക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഭഗവാൻ അസംഖ്യം ജീവാത്മാക്കളായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഭഗവാന്റെ തന്നെ ഇതാണ് ഒന്നാമത്തെ കാരണം. ഭഗവാൻ ചിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഭഗവാന്റെ മൂലസ്വരൂപം സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ബ്ലിസ്ഫുൾ ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ജീവാത്മാക്കളും നമ്മൾ ഓരോരോ പ്ലാൻസ് ഉണ്ടാക്കും. ഞാൻ 5 വർഷം കഴിഞ്ഞ് അത് ചെയ്യണം, 10 വർഷം കഴിയുമ്പം എൻ്റെ മോൻ്റെ കല്യാണം നടക്കണം, 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അവന് കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അവനെ എഞ്ചിനീയറിങ്ങിന് അയക്കണം. ഇങ്ങനെ ഓരോ പ്ലാൻസ് നമ്മൾ ഉണ്ടാക്കും. ശരിയല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ഭഗവാൻ ഈ പ്ലാൻസിനെ നോക്കി ചിരിക്കുകയാണ്. എന്തിനാണ് ഭഗവാൻ അങ്ങനെ ചിരിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദാഹം സമതിദീതാനി വർത്തമാനാനി ച അർജുന ഭവിഷ്യാമി ച ഭൂതാനി മാം തു വേദന കശ്ചന. എന്ന് പറഞ്ഞാൽ വേദാഹം സമതിദീതാനി, കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. വർത്തമാനാനി ച അർജുന, ഇപ്പോൾ നടക്കുന്നതും എനിക്കറിയാം. ഭവിഷ്യാമി ച ഭൂതാനി, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും എനിക്കറിയാം. മാം തു വേദന കശ്ചന, പക്ഷേ എന്നെ ആർക്കും അറിയില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പം ഭഗവാൻ, നീ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരി, നടക്കോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് ചിരിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ റീസൺ. ഇതിന് രണ്ടാമത്തെ റീസണില് വേറെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് എപ്പോഴെങ്കിലും ചിരിക്കുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. തമ്മുവാച ഹൃഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപിതമേ അച്യുത. അതായത് അർജുനൻ പറയാണ്, എൻ്റെ എതിർവശത്ത് നിൽക്കുന്നതെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ പിതാമഹന്മാരാണ്. അവരുടെ അടുത്തൊന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭിക്ഷയാചിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിക്കും. തം ഉവാച ഹൃഷികേശ പ്രഹസൻ ഇവ ഭാരത. ഭഗവാൻ ഇങ്ങനെ അർജുനൻ എന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അർജുനന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം അങ്ങ് വഴുതി വീണു. അപ്പോഴാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകം പറയുന്നത്, പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപിതമേ അച്യുത. എന്നിട്ട് ഭഗവാൻ പറയും, അടുത്ത ശ്ലോകത്തിൽ പറയും, അശോച്യാനൻ അശോച്യസ്തം പ്രജ്ഞാവാധാം ച ഭാഷസേ ഗദാസൂന ഗദാസൂം ച നാനുശോചന്തി പണ്ഡിത. അങ്ങ് ഭഗവാൻ പറയാണ്, അങ്ങ് ബുദ്ധിയുള്ളവന്മാരെ പോലെ സംസാരിക്കുന്നു, പക്ഷേ പ്രവർത്തിക്കുന്നതോ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ എന്തിനാണ് ചിരിക്കുന്നത്?
അപ്പൊ അർജുനൻ ഒരു പ്ലാൻ ഉണ്ടാക്കി, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ ഭഗവാൻ അറിയാം, അർജുനൻ യുദ്ധം ചെയ്യുമെന്നും അറിയാം. ആ യുദ്ധം കഴിഞ്ഞാൽ പാണ്ഡവർക്ക് രാഷ്ട്രം കിട്ടുമെന്നും അറിയാം. ഇതെല്ലാം ഓർത്താണ് ഭഗവാൻ ചിരിക്കുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാരണം. ആദ്യത്തെ കാരണം, ഭഗവാൻ ചിരിക്കുന്നതിന്റെ ആദ്യത്തെ കാരണം, ഭഗവാന്റെ മൂലസ്വരൂപം സച്ചിദാനന്ദമാണ്. രണ്ടാമത്തെ കാരണം, മേക്കിംഗ് പ്ലാൻസ്. നമ്മൾ ഓരോ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ അത് നോക്കി ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാരണം, ഭഗവാൻ ഇവിടെ ചിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം, ഇത് നമ്മൾ കുന്തിദേവിയുടെ ഇതിൽ പറയുകയാണെങ്കിലും എല്ലാം ജനറലൈസ്ഡ് ആയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. ഭഗവാൻ എപ്പോഴും ചിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം, നമ്മള് ഡിവോട്ടീസ് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ഭഗവാന് വളരെ സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ അംശങ്ങളായ നമ്മൾ ഈ ഭക്തിയുത സേവനം ചെയ്യുന്നത് കാണുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാകുന്നു. അതാണ് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം മൂലസ്വരൂപം സച്ചിദാനന്ദം. രണ്ടാമത്തെ കാരണം നമ്മൾ ഓരോരുത്തരും പ്ലാൻസ് ഉണ്ടാക്കുന്നത്. അത് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാമി ച ഭൂതാനി മാം തു വേദന കശ്ചന. അത് നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കുന്നത് കണ്ട് ഭഗവാൻ ചിരിക്കുന്നു. മൂന്നാമത്തത്, നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാകുന്നു. അത് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണം എന്താണ്? നാലാമത്തെ കാരണം, ഭഗവാൻ ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും എല്ലാം നമ്മുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഇത് ഒരു ദുഃഖാലയം, അശാശ്വതമാണ്. ഇതൊരു ദുഃഖാലയമാണ്, എ പ്ലേസ് ഫുൾ ഓഫ് മിസറീസ് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ കേൾക്കുന്നില്ല. അത് ഓർത്ത് ഭഗവാൻ, ഇനി ഭാഗവതത്തിലായിക്കോട്ടെ, ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നു ദുഃഖാലയം അശാശ്വതം. ഭാഗവതത്തില് 3-ാം സ്കന്ധത്തില് വിതുര മൈത്രേയ സംവാദത്തില് ഒരു ശ്ലോകമുണ്ട്. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാ ഉപരമം വാ വിന്ദേത ഭൂയസ്തദയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വധേന എന്ന് പറഞ്ഞാൽ, സുഖായ കർമാണി കരോതി ലോകേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല ജനങ്ങളും സന്തോഷത്തിന് വേണ്ടി ഓരോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. നതൈ സുഖം വാ അന്യത് ഉപരമം വാ. പക്ഷെ ആർക്കും സുഖം കിട്ടുന്നില്ല, എന്നാൽ ദുഃഖം കൂടുകയും ചെയ്യുന്നു. വിന്ദേത ഭൂയസ്തദയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വധേന. അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഇത് 3.5.2 ആണ്. വിതുര മൈത്രേയന്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അതിന്റെ ആൻസർ മൈത്രേയൻ പറയുന്നത് 3.8.2, 3-ാമത്തെ സ്കന്ധത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം. സോഹം നൃണാംഷുള്ള സുഖായ ദുഃഖം മഹദ്ഗദാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭി. സോഹം നൃണാം ഷുള്ള സുഖായ ദുഃഖം. ഷുള്ള സുഖ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സന്തോഷത്തിന് വേണ്ടി ഭൗതികതയുടെ കുരുക്കുകളിൽപ്പെട്ട് ഉഴലുന്നവരുടെ രക്ഷയ്ക്കായി പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ഭാഗവത പുരാണം ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്ന് മൈത്രേയ പറയുന്നു. അപ്പൊ എന്ത് സുന്ദരമായ 2 ശ്ലോകങ്ങളാണ്. സുഖായ കർമാണി കരോതി ലോകോ നഥൈ സുഖം. എല്ലാവരും സുഖത്തിന് വേണ്ടി കാംക്ഷിക്കുന്നു, ആർക്കും സുഖം കിട്ടുന്നില്ല. യഥാർത്ഥ സുഖം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മൈത്രേയ മുനി പറയുകയാണ്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച ഭാഗവത പുരാണം നിങ്ങൾ പഠിക്കൂ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ സന്തോഷമായി ജീവിക്കാം. ഇതാണ് 4-ാമത്തെ ഉത്തരം.
അതായത് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നു ദുഃഖാലയം അശാശ്വതമാണെന്ന് പറയുന്നു. ഭാഗവതത്തിൽ പറയുന്നുണ്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നു സുഖത്തിന് വേണ്ടി, പക്ഷെ ആർക്കും സുഖം കിട്ടുന്നില്ല. ശ്രീമദ് ഭാഗവത പുരാണം പഠിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി 5ാമത്തെ കാരണം, ഭഗവാൻ ചിരിക്കുന്നതിന്റെ 5ാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രധാനം. കൃഷ്ണ സ്മൈൽ, ഭഗവാൻ ചിരിക്കുമ്പോൾ ഇസ് ദ മെഡിസിൻ ഫോർ ഓൾ മിസറീസ്. എല്ലാ മിസറീസിന്റെയും, അതായത് എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ ആ ഒരു ചിരിയിലൂടെ നമുക്ക് എല്ലാ മിസറീസിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പൊ എല്ലാ മിസറീസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക്, ആദി ഭൗതിക്, ആദി ക്ലേശിക്, ഇത്തരം 3 ഫോൾഡ് മിസറീസ് ആണല്ലോ നമ്മളെല്ലാവരെയും ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ട് കൂട്ടി ഇണക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ഫോൾഡ് മിസറീസിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് നമ്മള് വേറെ ഒന്നും ചെയ്യേണ്ട, ഭഗവാന്റെ പുഞ്ചിരി മാത്രം കണ്ടാൽ മതി. ഇത് ഒരു ശ്ലോകം പറയുന്നുണ്ട്, 3ാമത്തെ സ്കന്ധത്തിൽ തന്നെയാണ്. മുഖേന ലോകാർത്തി ഹരസ്മിതേന ലോക അർത്തി ഹര, മുഖേന ലോകാർത്തി ഹരസ്മിതേന ഹരിസ്ഫുരത് മണ്ഡല കുണ്ഡിതേന. അതായത് ഭഗവാന്റെ മുഖം, ആ കുണ്ടലങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ആ ഭഗവാന്റെ ചിരി, ലോക അർത്തി ഹര, ലോകത്തിലുള്ള അർത്തി മീൻസ് ഡിസ്ട്രസ്, ഇതിനെല്ലാം ഹരിക്കും. ലോകത്തിലുള്ള എല്ലാ ഇന്നോസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഈ ചിരി കാണുന്നതിലൂടെ നമുക്ക് മറക്കാൻ പറ്റും. അപ്പം ഭഗവാന്റെ ചിരിക്കുന്നതിന്റെ 5ാമത്തെ റീസൺ ഇതാണ്. ബൈ സീയിങ് ദ സ്മൈൽ ഓഫ് കൃഷ്ണ ഓൾ അവർ മിസറീസ് ആർ ടേക്കൺ അവേ. ഇനി 3ാമത്തെ സ്കന്ധത്തിൽ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹാസം ഹരേർ അവനത അഖില ലോക തീവ്ര ശോകാശ്രു സാഗര വിശോഷണം അത്യുദാരം സമ്മോഹനായ രചിതം നിജമായയസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ഹാസം ഹരേർ അവനത അഖില ലോക തീവ്ര. ഹാസം ഹരേർ അവനത, ഭഗവാന്റെ ആ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാല് ശോക അശ്രു സാഗര വിശോഷണം അത്യുദാരം. നമ്മള് ഈ ത്രിവിധ ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ജീവാത്മാക്കളുടെ കണ്ണുനീരുകൊണ്ട് ഒരു വലിയ സമുദ്രമുണ്ടായി. ശോക അശ്രു സാഗര വിശോഷണം, ഈ കണ്ണുനീരുകളെ വിശോഷണം മീൻസ് ഡ്രൈഡ് അപ്പ്, വറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സമ്മോഹയായ രചിതം നിജമായയസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ഭഗവാന്റെ അതിസുന്ദരമായ ഈ ചിരിയും ഭഗവാന്റെ പുരികങ്ങളെ ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ഉണ്ടാകും. ഈ 3 ഫോൾഡ് മിസറീസ് നിന്നെല്ലാം നമുക്ക് മോചനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 5 കാര്യങ്ങൾ, ഭഗവാൻ ചിരിക്കുന്നതിന്റെ 5 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്പർ 1, ഭഗവാന്റെ മൂലസ്വരൂപം സച്ചിദാനന്ദമാണ്, ഓൾവേസ് ബ്ലിസ്ഫുൾ ആണ്, അതുകൊണ്ട് ഭഗവാൻ ചിരിക്കുന്നു. നമ്പർ 2, വി ആർ മേക്കിംഗ് സോ മെനി പ്ലാൻസ്. നാളെ അത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പ്ലാൻസ്. അപ്പൊ ഭഗവാൻ ഈ പ്ലാൻസ് കണ്ട് ഞാൻ നോക്കട്ടെ ഇത് നടക്കുവോ ഇല്ലയോ, അത് കണ്ട് ചിരിക്കുന്നു. 3ാമത്തത്, നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ ഭഗവാൻ സന്തോഷം കൊണ്ട് ചിരിക്കുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി താങ്ക് യു സ്മൈൽ. ശരി, താങ്ക് യു ഡിവോട്ടി ഫോർ ഡൂയിങ് ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞ് ഭഗവാൻ ചിരിക്കുന്നു. 4ാമത്തെ കാരണം പറയുന്നത് എന്താണ്? 4ാമത്തെ കാരണം, ഭഗവാൻ സ്ക്രിപ്റ്റേഴ്സിൽ, ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന് ഡോണ്ട് ഡു അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നു. ദുഃഖാലയം അശാശ്വതമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് കർമ്മബന്ധനങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി അതുകൊണ്ട് ഭഗവാൻ ചിരിക്കുന്നു.
അഞ്ചാമത്തെ കാരണം ഭഗവാന്റെ സ്മൈൽ ഈസ് ദ മെഡിസിൻ ഫോർ ഓൾ മിസറീസ്. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നതിനുള്ള ഒരു മാർഗം ഭഗവാന്റെ ഈ ചിരി. നമ്മള് ടെമ്പിളിലും ആശ്രമത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ അൾട്ടാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഭഗവാന്റെ ചിരിയും ഭഗവാന്റെ പുരികങ്ങളും ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. നമുക്ക് ലെസ്റ്റി ഡിസയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഈ ചിരിയും ഭഗവാന്റെ പുരികവും കുറെ നേരം നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ശമിക്കും എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മള് ശിഷ്ടാഷ്ടകത്തില് ചൈതന്യ മഹാപ്രഭുവിന് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നാംനാമകാരി ബഹുജാ നിജ സർവശക്തിർ തത്രാർപ്പിത നിയമിത സ്മരണേന കാല. അതായത് നമുക്ക് ഈ ചാൻഡിങ് ഇതില് നമ്മുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് എല്ലാ പൊട്ടൻസിയും ഉണ്ട്. എന്നിട്ടും വൈ വി ആർ നോട്ട് ഫുള്ളി കോൺസെൻട്രേറ്റിംഗ് ആൻഡ് ചാൻഡിങ് ദ മഹാമന്ത്ര. അത് രാധേശ്യം പ്രഭുവിന്റെ ഒരു ജബ ടോക്കില് ഒരു ലെക്ചറിൽ ഞാൻ കേട്ടതാണ്. അപ്പൊ നമ്മുടെ ഒരു മുറിയില് ആ സാധനങ്ങൾ കൊണ്ട് കുത്തി നിറച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ മുറിയില് വീണ്ടും നമുക്ക് സാധനം വെക്കാൻ സ്ഥലം കിട്ടില്ലല്ലോ. അതേ കണക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചാൻഡ് ചെയ്യാൻ നമുക്ക് വീണ്ടും സാധനങ്ങൾ കൊണ്ട് നല്ല സാധനങ്ങൾ കൊണ്ട് ഇടാനുള്ള അവസരം കിട്ടില്ല. ഇത് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഭഗവാന്റെ ചിരിയുടെ 5 കാരണങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇനി ടെമ്പിളിൽ പോയി ആൾട്ടറിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ ആ സ്മൈലും ഭഗവാന്റെ പുരികങ്ങളും നോക്കി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. താങ്ക് യു. ഹരേ കൃഷ്ണ. എനി കമന്റ്സ്, ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ പ്രഭുജി, ഇതിന്റെ എല്ലാം ഒരു സംശയം ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞു തന്നാണ്. വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകൾ എനിക്ക് സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് അറിയില്ല മാതാജി. ഞാനത് കൂടുതൽ വായിച്ചിട്ടില്ല. ഞാൻ ഈ വായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വൈശാഖ മാസത്തില് നമ്മൾ ഈ ഭക്തിയുത സേവനം ചെയ്യാൻ വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ അതായത് കൃഷ്ണ. മഹാഭാരതത്തിലെ ധർമ്മപുത്രരോട് ഈ യുധിഷ്ഠിര മഹാരാജാവിനോട് ധർമ്മപുത്രർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവർ ബന്ധനത്തിലാക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞാൽ മാത്രമേ വിടുള്ളൂ. അതിലൊരു ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അഹനി ഭൂതാനി ഗച്ഛന്തീഹ ഹിമാലയം ശേഷം സ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യമതപരം. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെല്ലാം മരിച്ചു വീഴുന്നു, പക്ഷെ നമ്മൾ മാത്രം നമ്മളെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് പറയുന്ന ദിവസവും എണ്ണമറ്റ ആത്മാക്കൾ മരണമാകുന്ന സാമ്രാജ്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ ഇവിടെ ശ്വാസം ഉറപ്പിക്കാനുള്ള പ്രയത്നം കാണിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ് മാതാജി. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരാള് മരിച്ച് നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ ചെന്നിട്ട് തിരിച്ചു വരുമ്പോ പോലും നമ്മളെ മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും അത്ഭുതകരമായ കാര്യം അതാണെന്ന് പറഞ്ഞത്. വേറെ ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഈ പ്രഭുജിയുടെ ഈ പ്രൊഫഷന്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നല്ലോ, അത് വളരെ 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 സന്തോഷമുണ്ട്. വളരെ ഒരു എന്താ പറയണ്ടെന്ന് അറിയില്ല പ്രഭു. പ്രണാമം പ്രഭുജി. മരണത്തെ കുറിച്ച് പറഞ്ഞ ഏത് ശ്ലോകമാണ് പ്രഭു? ഏതാണ് പ്രഭു? ലാസ്റ്റ് പറഞ്ഞില്ലേ, ഭൂമിയിൽ മരണം കണ്ടിട്ട് വരുമ്പോഴും നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന്. അഹനി ഭൂതാനി ഗച്ഛന്തി ഇഹ ഹിമാലയം ശേഷം സ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യ മതപരം.
അഹനി അഹനി ഭൂതാനി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഓരോരുത്തരും മരിച്ചു വീഴുന്നു. ശേഷം സ്ഥാവരം വിശ്ചന്തി, ബാക്കി ശേഷിക്കുന്ന നമ്മള് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. യമരാജൻ യുധിഷ്ഠന്റെ അടുത്ത് ചോദിക്കുമ്പോൾ യുധിഷ്ഠൻ മറുപടി പറയുന്നതാണ്. ഏത് ശ്ലോകമാണ് പറഞ്ഞത്? നമ്പര്? ഇത് അല്ല, ഇത് ഭാഗവതത്തിലുള്ളതല്ല, മഹാഭാരതത്തിലെ ഒരു ശ്ലോകമാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീമദ് ഭാഗവതം. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പ്രഭുജി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. പ്രഭുജി. കൃഷ്ണനെ നോക്കാനും ആൾട്ടറിൽ ചെന്ന് അതിപ്പോ എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അത് ശരിക്കും പുരികക്കൊടി നോക്കാനും ഭഗവാന്റെ പുഞ്ചിരി നോക്കാനും പ്രഭു അങ്ങനെ ഒരു അവസരം തന്നതിൽ താങ്ക് യു സോ മച്ച്. അത് വളരെ വളരെ സത്യമാണ്. ഞാനിപ്പോ ഇത് വായിച്ചതിന് ശേഷം ഞാൻ പോയി നോക്കിയപ്പോ നമുക്ക് നമ്മുടെ ആ ഭഗവാനെ ലയിച്ചു നിന്ന് നോക്കിക്കഴിയുമ്പോ തന്നെ നമുക്ക് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. നമ്മളിങ്ങനെ ഓരോ ശാസ്ത്രങ്ങളിൽ പറയുന്നതില് എല്ലാം സത്യമാണ്. ഭാഗവതത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ സത്യമാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടെ നോക്കിക്കഴിഞ്ഞാല് 100% ചിലപ്പം നമ്മള് ഈ ജീവാത്മാക്കള് ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഞാൻ പോയി പാദങ്ങൾ മാത്രം നോക്കാറുള്ളൂ. പ്രഭു പറഞ്ഞ പോലെ ആദ്യം മുഖം നോക്കിയിരുന്നു, പിന്നെ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പാദങ്ങളിലാണ് നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത്. അപ്പൊ പാദം നോക്കണം. അപ്പൊ ശരിക്കും നമ്മള് ഭയങ്കര വിനീതനായല്ലേ നമ്മൾ ചെല്ലണ്ടേ. അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ പ്രഭുജി ശരിയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാനെ ദർശനം എടുക്കുമ്പോൾ ആദ്യം പാദമാണ് നോക്കേണ്ടത്. പാദത്തിൽ നിന്ന് പിന്നെ തൊട, അരക്കെട്ട്, അങ്ങനെ മുകളിലോട്ടാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ശ്രീമദ് ഭാഗവതത്തില് ഈ കുന്തി സ്തുതിയിൽ പറയുന്നത് നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗരേ. കുന്തിദേവി പക്ഷെ പാദം നോക്കിയില്ല. എന്തുകൊണ്ടാണ്? കുന്തിദേവി നമ പങ്കജനാഭായ ആദ്യം പൊക്കിൾ കൊടിയിലാണ് നോക്കിയത്. കാരണം കുന്തിദേവി ഭഗവാന്റെ ആണ്ടാണ്, അച്ഛന്റെ സഹോദരിയാണ്. അതുകൊണ്ട് അത് ഭഗവാനും കുന്തിദേവിയായിട്ട് ഒരു രക്തബന്ധമുണ്ട്. അതുകൊണ്ടാണ് കുന്തിദേവി പൊക്കിൾ കൊടിയിൽ നിന്ന് തുടങ്ങിയത്. ഹരേഷ്ണ പ്രഭുജി പറഞ്ഞല്ലോ ഭഗവാൻ എല്ലാം ചിരിച്ചുകൊണ്ടാ നിൽക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് പള്ളിച്ചലിൽ പോയാല് കൃഷ്ണ ബലറാം നന്നായിട്ട് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാ ഉള്ളത്. പക്ഷെ കൃഷ്ണൻ ഇത്തിരി ഗൗരവായിട്ടാണല്ലോ തോന്നുന്നത്. അത് എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കുമോ? അല്ല മാതാജി, നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കെന്തോ ഇത്തിരി ഗൗരവായിട്ടാ തോന്നുന്നത് കൃഷ്ണൻ. നേരെ മറിച്ച് ബലരാമൻ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളത്. കൃഷ്ണനും നല്ല പുഞ്ചിരിയാണ്. നമ്മള് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകാഗ്രമായിട്ട് ഭഗവാന്റെ മുഖത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഭഗവാന് വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, അത് കൃഷ്ണബലറാം ടെമ്പിളിൽ നമുക്ക് നോക്കുമ്പോ ഭഗവാന്റെ ചിരി കാണാം. പക്ഷെ അവിടെ എപ്പോഴും പ്രോമിനന്റ് ആയിട്ട് മാതാജി എനിക്ക് തോന്നാറുള്ളത് ബലറാമിനെ തന്നെയാണ്. കാരണം ബലറാമാണ് അവിടെ അങ്ങനെ കുറച്ചുകൂടെ തെളിഞ്ഞു നിൽക്കണേന്നും ഭഗവാന് ചിരിയില്ല. പക്ഷെ അവിടെ പ്രോമിനന്റ് ആയിട്ട് നമ്മുടെ ദൃഷ്ടിയിലേക്ക് കയറി വരിക ബലറാം തന്നെയാണ്. ഇപ്പോഴാണ് പ്രഭു ഈ ഭഗവാൻ ചിരിക്കുന്ന ഈ 5 കൂട്ടം കാര്യങ്ങൾ കൊണ്ടാണെന്ന് ശരിക്കും മനസ്സിലായത്. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അറിയാം, എന്നാലും വിസ്തരിച്ച് മനസ്സിലായത് ഇപ്പോഴാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മള് പാദം തൊട്ട് ഭഗവാന്റെ ദർശനം എടുത്തിട്ട് നമ്മൾ അവസാനം ഭഗവാന്റെ മുഖത്താണല്ലോ എത്തുക. അപ്പൊ അവിടെ എത്തുമ്പോ നമുക്ക് ഈ ചിരി കണ്ടു കഴിയുമ്പോ പ്രഭു പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാലും മതിയല്ലോ. താഴെ നിന്ന് തന്നെയല്ലേ ദർശനം എടുക്കേണ്ടത്? തീർച്ചയായിട്ടും പാദത്തിൽ നിന്നാണ് ദർശനം എടുക്കേണ്ടത്.
ഹരേ കൃഷ്ണ. പാദാദികേശം എന്നല്ലേ പ്രഭു പറയുന്നത്? പാദാദികേശം കേശാദിപാദം. അതെ 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 അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ശരി. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ.